നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുന്തിരി കൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു മുന്തിരി ജ്യൂസാണ്. ഇത് കുടിക്കാനും അതിനോടൊപ്പം തന്നെ നമുക്ക് കടിക്കാനും കിട്ടുന്ന ഒരു ജ്യൂസാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ജ്യൂസ് മുന്തിരിയാണ്. ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മുന്തിരി, കറുത്ത മുന്തിരിയാണ്. ഈ മുന്തിരി നമ്മൾ നല്ല രീതിയിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകിയെടുത്ത മുന്തിരിയാണ്. അത് നല്ല കഴുകിയിട്ട് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ബൗള് മുന്തിരിയാണല്ലോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബൗള് വെള്ളം, നമ്മൾ എത്ര മുന്തിരി എടുക്കുന്നു അത്ര വെള്ളം. നമ്മൾ വെച്ച വെള്ളം നല്ല രീതിയിൽ വെട്ടിത്തിളച്ചു. ഇനി നമ്മൾ ഓഫാക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഒഴിച്ചിടുകയാണ് ഈ ചൂട് തിളച്ച വെള്ളം. ഇത് നമ്മൾ അടച്ചു വെക്കുകയാണ്. തീയൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് ശരിക്ക് തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യേണ്ടതുണ്ട്. ഇതിങ്ങനെ തന്നെ ഈ ആവിയിൽ, ഈ തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വെച്ച മുന്തിരി ഇപ്പോൾ ആറിയിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂറായിട്ടുണ്ട് ഏകദേശം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു തവി വെച്ച് നമുക്കിതൊന്ന് ഇങ്ങനെ ഒതുക്കി കൊടുക്കാം. ആ മുന്തിരിയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. ഇപ്പം ഇങ്ങനത്തെ ഉപകരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കപ്പോ എല്ലാം വെച്ചിട്ട് അടി പരന്ന എന്തെങ്കിലും ഇത് വെച്ചിട്ട് ഒതുക്കി കൊടുത്താലും മതി. മുന്തിരിങ്ങയെല്ലാം നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. നമ്മൾ ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ട് ചായയൊക്കെ അടിക്കുന്ന മാതിരി നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. ഈ പഞ്ചസാര അലിയുന്ന വരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും അടിക്കണം. ഇത് പഞ്ചസാര അലിയിക്കാൻ വേണ്ടിയല്ല, ഇതിൻ്റെ കുരു വേർവിടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. പഞ്ചസാര കുറച്ചും കൂടി അലിയാനുണ്ട്. ഇനി നമുക്ക് ഇതിലെ കൈകൊണ്ട് തന്നെ ഈ തോടെല്ലാം നമുക്ക് ഇതിലേക്ക് പറക്കിയിടാം. നമ്മൾ തോടൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, മറ്റേ മാംസളമായ ഭാഗവും കുരുവൊക്കെ എങ്ങടെയും കൂടി ഉണ്ട് ഇതിനകത്ത്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ജ്യൂസ് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇതിനകത്ത് കുറച്ച് പഞ്ചസാര അലക്കാത്തതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ കൈയൊക്കെ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം നന്നായിട്ട് ഞെരടി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി കളർ നമുക്ക് കിട്ടും. ഈ തൊണ്ടിലാണ് കുറച്ച് കളറുള്ളത്, അപ്പോൾ നല്ല കളർ കിട്ടും. നല്ല രീതിയിൽ ഞെരടി പിഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതും കൂടെ നമുക്ക് ഇത് കണ്ടോ, നല്ല രീതിയിൽ ഞെരടി പിഴിഞ്ഞപ്പോൾ നല്ല കളറും കിട്ടി. അത് നമുക്ക് ഇതിലേക്ക് അരിച്ചു ചേർക്കാം. ഇനി ഇത് നമുക്ക്
വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ പകരാം. കണ്ടോ, അടിയിൽ കുരുവൊക്കെ ഊറിയിട്ടുണ്ടാവും. ഇത് കണ്ടോ, കണ്ടോ. നമ്മളിത് ഒന്നും കൂടി ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ആ കുരു മുഴുവനും നമുക്ക് ഇങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ തണുപ്പിച്ച് നമുക്കിത് കുടിക്കാം. നല്ലൊരു ഡ്രിങ്കാണ്. അല്പം ഒന്ന് ശ്രമിച്ചാൽ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുന്തിരി ജ്യൂസ് നമുക്ക് കുടിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.